അസിസിയിലെ ഫ്രാൻസിസ് ഒരു ധനാഠ്യനായ പിതാവിൽ പിറന്ന മകനാണ്. അതുകൊണ്ട് തന്നെ ഒരു തലമുറയുടെ സമ്പാദ്യം കയ്യിലുണ്ടെന്ന് കരുതുമ്പോൾ അവന് എല്ലാം ഉണ്ടെന്ന് അവൻ കരുതുന്നു. എല്ലാം ഉണ്ടെന്ന് കരുതി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു നടന്ന ആ അസിസിയിലെ ഫ്രാൻസിസിനോട് ഒരിക്കലൊരു ചോദ്യമുയർന്നു. ചോദ്യം ഇതായിരുന്നു: നിനക്ക് സ്വർഗമുണ്ടോ? നിനക്ക് ക്രിസ്തു ഉണ്ടോ? എല്ലാം ഉണ്ട് എന്ന് അഹങ്കരിച്ച് പറഞ്ഞു നടന്നവന് സ്വർഗമില്ലെന്നും ക്രിസ്തു ഇല്ലെന്നും തിരിച്ചറിയുന്നിടത്താണ് അയാൾ പിന്നീട് ആ നിധിയെ തേടി ഇറങ്ങുന്നത്. ഒരു കാര്യം അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്: സ്വന്തം അപ്പനെപ്പോലും ഈ നിധിക്ക് വേണ്ടി ഒരുപക്ഷെ വേണ്ടാന്ന് പറയേണ്ടി വരും. രക്തബന്ധം പോലും നഷ്ടപ്പെടുത്തി മേൽക്കുപ്പായം പോലും ഊരി നഗ്നനായിട്ട് ഒരു ബിഷപ്പിന് മുമ്പിൽ അയാൾ നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്ക് വളരെ കൃത്യമായിരുന്നു: ഇനി എനിക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. ഒരു ജനത്തിൻ്റെ മുമ്പിൽ വെച്ച്, തൻ്റെ ബിഷപ്പിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരാൾ നഗ്ന എന്നപ്പോൾ അത് ഓർമ്മിപ്പിച്ചത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അമൂല്യമായ നിധി കണ്ടെത്താൻ ഒരാൾ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്തിനേയും നഷ്ടപ്പെടുത്താൻ അയാൾ തയ്യാറാണ്. സുവിശേഷം ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ നിധിയെ കണ്ടെത്താനുള്ള ഒരു ക്ഷണവുമായിട്ടാണ്. വയലിൽ നിധിയുണ്ടെന്നറിയുമ്പോൾ ആ നിധിയെ നേടാൻ വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ച് ആ വയലിനെ സ്വന്തമാക്കുന്ന ഒരാൾ, അയാൾക്ക് ലക്ഷ്യം ആ നിധിയാണല്ലോ. അതുകൊണ്ട് അയാൾ ആ വയലിനെ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്തുവാകുന്നൊരു നിധിയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നഷ്ടമാക്കേണ്ടതും നേടേണ്ടതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ചോദ്യം നമ്മളെല്ലാവരും ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ ഓർക്കേണ്ടത്. അസിസിയിലെ ഫ്രാൻസിസിനോട് അന്ന് ചോദിക്കപ്പെട്ട അതേ ചോദ്യം ഈ ഞായറാഴ്ച നമ്മളോടും ചോദിക്കപ്പെടുന്നുണ്ട്: ക്രിസ്തു ഉണ്ടോ നിനക്ക്? സ്വർഗമുണ്ടോ നിനക്ക്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ചോദിക്കണം: നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെയൊക്കെ മക്കളിൽ നമ്മൾ ചോദിക്കണം: നമ്മുടെയൊക്കെ മക്കളിൽ ക്രിസ്തു ഉണ്ടോ? ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് കത്തിച്ച് തിരി ജ്ഞാന മാതാപിതാക്കളുടെ കയ്യിലും മാതാപിതാക്കളുടെ കയ്യിലുമായി കൊടുത്തിട്ട് പുരോഹിതൻ പറയുന്നൊരു വാക്കുണ്ട്: ഈ ദീപം ഒരിക്കലും പൊലിയാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ആ ഒരു വാക്കിലാണ് പിന്നീട് ആ ദീപം സൂക്ഷിക്കപ്പെടേണ്ടത്. ഒരിക്കലും പൊലിയാത്ത ഒരു വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും പാഠം ഏൽപ്പിക്കപ്പെട്ടത് മാതാപിതാക്കളുടെ കയ്യിലും ജ്ഞാന മാതാപിതാക്കളുടെ കയ്യിലുമാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കപ്പെടുന്നൊരു ചോദ്യം ഇതാണ്: ആ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ വളർത്തിയോ? ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞും എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നിടത്ത് എവിടെയാണ് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത്? കാറ്റീസം ക്ലാസ്സിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, മ്യൂസിക് പഠിക്കാൻ പോകട്ടെ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്നിടത്ത് എവിടെയാണ് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നത്? നിധി എന്താണെന്ന് മാതാപിതാക്കൾ പോലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കുള്ള ക്ഷണം ഇതാണ്: ഒരു വീടിനകത്ത് ഒരു മക്കളുടെ ഇടയിൽ മാതാപിതാക്കളുടെ ഇടയിലൊക്കെ നിധിയെ കണ്ടെത്താനുള്ള ഒരു ക്ഷണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കപ്പെടുന്നൊരു ചോദ്യമുണ്ട്: എന്തിനാണ് ഈ ക്രിസ്തുവാകുന്ന നിധിയെ കണ്ടെത്തേണ്ടത്? കണ്ടെത്തിയിട്ട് ആവശ്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ: വാക്കിന് ബലമുണ്ടാകും. ചില മാതാപിതാക്കളൊക്കെ ഒത്തിരി വേദനയോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്: മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, മക്കൾ സ്വപ്നത്തിനൊത്ത് ഉയരുന്നില്ല. വല്ലാണ്ട് തകർച്ചയിലും വല്ലാണ്ട് വീണിട്ട് അകന്നു പോകുന്ന ചില മക്കളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ: വാക്കിന് ബലമില്ലാതെ പോയത് കൊണ്ടാണ്. പണ്ടൊരിക്കൽ ജെറുസലേം ദേവാലയത്തിന് മുറ്റത്തുകൂടി പത്രോസ് നടന്നു പോയപ്പോൾ ഒരു യാചകൻ കൈനീട്ടി എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കില്ലേ: എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ സ്വർണ്ണമോ വെള്ളിയോ ഒന്നുമില്ല, നസ്രായനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അയാൾ എഴുന്നേറ്റ് നടന്നു. കൃത്യമായി വാക്കിന് ബലമുണ്ടായിരുന്നു. കാരണം പത്രോസിൻ്റെ കയ്യിൽ അപ്പോൾ ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിക്കുന്നവൻ പറയുന്ന വാക്കിന് ബലമുണ്ടാകും. അനുസരണ അവിടെ കൃത്യമായി നടക്കും. ഒരു വീടിനകത്ത് അനുസരണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഓർക്കണം, നമ്മളൊക്കെ ഉള്ളിൽ ക്രിസ്തുവിനെ സൂക്ഷിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ഉത്തരം. നിങ്ങളുടെ ക്രിസ്തുവിന് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ ഈ ഞായറാഴ്ച ബാധ്യസ്ഥരാണ്. എല്ലാം നേടിയെന്ന് അവകാശപ്പെടുന്നിടത്ത് ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടും: ക്രിസ്തു ഉണ്ടോ നിങ്ങൾക്ക്? സ്വർഗമുണ്ടോ നിങ്ങൾക്ക്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.